വിക്കിപീഡിയയുടെ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമകൾ മാത്രമായിട്ട്, അതായത് ഡബ്ബും മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പ്യുവർ മലയാളം സിനിമകളായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 242 സിനിമകളാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതിൽ എത്ര സിനിമകൾ വിജയിച്ചു, എത്ര സിനിമകൾ മികച്ചതായി എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടതും മികച്ചതെന്ന് തോന്നിയതുമായിട്ടുള്ള കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് ഓരോ മാസവും നമുക്കിങ്ങനെ നോക്കാം ഏതൊക്കെ സിനിമകളാണ് മികച്ചത്, എന്തൊക്കെയാണ് കുറച്ച് ആവറേജ് എന്ന് തോന്നിയത്, എന്തൊക്കെയാണ് കുറച്ച് വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ യു വാച്ചിങ് സ്റ്റീസ് യൂസ്, ഇറ്റ്സ് മീ സ്റ്റിവിൻ. സോ ഫസ്റ്റ് തന്നെ ജനുവരി മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 സിനിമകളാണ് ജനുവരി മാസത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മികച്ച സിനിമകളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് സിനിമകൾ മാത്രമാണ്. ഒന്നാമത്തെ സിനിമയാണ് മമ്മൂട്ടി നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നൻപകൽ നേരത്ത് മയക്കം. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസനും ബിജു മേനോനും നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന തങ്കം എന്ന് പറഞ്ഞ സിനിമ. ഞാൻ സിനിമയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും. സോ ഈ ഒരു സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ജനുവരി മാസത്തിൽ അതുപോലെ തന്നെ അത്രയധികം പ്രതീക്ഷകൾ നൽകിയിട്ടും കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെക്കാതെ പോയിട്ടുള്ള 2 സിനിമകൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് സൗബിൻ ഷാഗറിൻ്റെ ജിന്നും, അതുപോലെ തന്നെ ലാലേട്ടൻ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എലോൺ എന്ന് പറഞ്ഞ സിനിമയും കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഫെബ്രുവരി മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 സിനിമകളാണ് ഫെബ്രുവരി മാസത്തിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ മികച്ച സിനിമകളായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജോജു ജോർജ് ഇരട്ട വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇരട്ട എന്ന് പറഞ്ഞ സിനിമ മികച്ചതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൻസി അലോഷ്യസിൻ്റെ ഗംഭീര പ്രകടനം ഉണ്ടായിരുന്ന രേഖ, അതുപോലെ തന്നെ വർഷത്തെ ഹിറ്റ് സിനിമയായിട്ടുണ്ടായിരുന്ന രോമാഞ്ചം, ഓൾസോ അർജുൻ അശോകൻ, മമിത ബൈജു, അനശ്വരമൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന പ്രണയവിലാസവും നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ പ്രണയവിലാസം എന്ന് പറഞ്ഞ സിനിമ കുറച്ച് അണ്ടർ റേറ്റഡ് ഫിലിമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ളൊരു സ്വീകാര്യത ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ കുറച്ച് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടി നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചില്ല. അതുപോലെ തന്നെ എങ്കിലും ചന്ദ്രികയെ, ബാവനിയും ഷർഫുദ്ദീനൊക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. എൻഡിക്കാക്കിക്ക് ഒരു പ്രേമുണ്ടായിരുന്നു തുടങ്ങിയ സിനിമകളും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊരു പഠനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ. വിഷ്ണു ബിബിൻ ജോർജൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സിനിമ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മാർച്ച് മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 25 സിനിമകളാണ് മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ OTT സിനിമകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതിൽ പ്രധാനമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതും കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് പുരുഷപ്രേതവും തുറമുഖം എന്ന് പറഞ്ഞ 2 സിനിമകളാണ് ആ ഒരു മാസത്തിൽ മികച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന സിനിമകൾ. ആ ഒരു മാസം തന്നെ കുറച്ചധികം പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു. കുഞ്ചാക്കോപ്പൻ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന പകലും പാതിരാവും എന്ന് പറഞ്ഞ സിനിമ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നുണ്ടെങ്കിൽ പോലും അത്രയധികം ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആസിഫ് അലിയുടെയും മമതയുടെയും മഹേഷ് മാരുതിയും അതുപോലെ തന്നെ മഞ്ജു വാര്യരും സൗബിൻ ഷാഹിറിൻ്റെയും വെള്ളരി പട്ടണം എന്ന് പറഞ്ഞ സിനിമയൊന്നും കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏപ്രിൽ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 20 സിനിമകളാണ് ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ മികച്ചതും അല്ലെങ്കിൽ നല്ലതെന്നും തോന്നിയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ള മാസം എന്നാണ് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റു മാസങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മാസത്തിലാണ് കുറച്ചുകൂടി നല്ല സിനിമകൾ ഉള്ളത്. സോ ആ ഒരു മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള നല്ല സിനിമകൾ എന്ന് പറയുന്നത് കൊറോണ പേപ്പേഴ്സ്, പൂക്കാലം, അടി, മദനോത്സവം, പാശുവും അത്ഭുത വിളക്ക് എന്ന് തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെയാണ് വളരെ മികച്ചതെന്നും നല്ലതെന്നും തോന്നിയതുമായിട്ടുള്ള സിനിമകൾ. തീർച്ചയായിട്ടും പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ആ ഒരു മാസം ഉണ്ടായിരുന്നു. നീലവെളിച്ചം, സുലൈഖ മൻസിൽ, കഠിന കടോരമി, അണ്ടകടാഹം തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ B32 മുതൽ 43 വരെ എന്ന് പറഞ്ഞ സിനിമയും വളരെയധികം പ്രേക്ഷക പ്രതികരണം നേടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെയും. പക്ഷേ വളരെ നല്ലൊരു ഒപ്പീനിയനാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ മാസം വളരെയധികം പ്രതീക്ഷ നൽകിയിട്ട് അത്രയധികം സാറ്റിസ്ഫൈ ചെയ്യാതെ പോയിട്ടുള്ള 2 സിനിമകളായിരുന്നു അയൽവാശി എന്ന് പറഞ്ഞ സിനിമയും എന്താടാ സജി എന്ന് പറഞ്ഞ സിനിമയും. കാര്യമായിട്ടൊരു പ്രകടനം ആ 2 സിനിമകൾക്കും ആ ഒരു മാസം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയ് മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 സിനിമകളാണ് ആ ഒരു മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള സിനിമ ഈ ഒരു മാസമാണ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ആ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 2018 എന്ന് പറഞ്ഞ സിനിമ ആ ഒരു മാസമായിരുന്നു. വളരെ മികച്ചൊരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാസം തന്നെ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സിനിമയാണ് അനുരാഗം. അതും നല്ലൊരു മികച്ച സിനിമയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടിരിക്കാം കൊള്ളാം എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ മാസം ഇറങ്ങിയതിൽ തൃശങ്ക് എന്ന് പറഞ്ഞ സിനിമ കൊള്ളാം തോന്നിയിരുന്നു. കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാനകി ജാനെ, ചാൾസ് എൻ്റർപ്രൈസ്, ജാക്സൺ ബസാറൊക്കെ കുറച്ച് പ്രതീക്ഷകൾ നൽകിയ സിനിമയായിട്ടുണ്ടെങ്കിൽ പോലും അതും അത്രയധികം ഒരു പ്രകടനമോ അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ആ ഒരു സിനിമയ്ക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ജൂൺ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 സിനിമകളാണ് ജൂൺ മാസത്തിൽ റിലീസ് ഉണ്ടായിരുന്നത്. ആ ഒരു മാസത്തിൽ മികച്ച സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓ ബേബി, മധുര മനോഹര മോഹം എന്ന് തുടങ്ങിയിട്ടുള്ള ഈ 2 സിനിമകളാണ് മികച്ച സിനിമകളായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൊള്ളാം എന്നുള്ള രീതിയിൽ, കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ
പെൻഡുലം എന്ന് പറഞ്ഞ സിനിമയും നല്ല നിലവുള്ള രാത്രി എന്ന് പറഞ്ഞ സിനിമയും കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്ലാഷർ മോഡലുള്ള ഒരു ഫിലിമാണ്. പെൻഡുലം ഒരു പുതിയ കോൺസെപ്റ്റാണ്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി കുറേ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു സിനിമയാവാൻ സാധ്യതയുള്ളൊരു സിനിമ കൂടിയായിരുന്നു പെൻഡുലം എന്ന് പറഞ്ഞത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഹൊമ്പാലി ഫിലിംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഫഹദ് ഫാസിലൊക്കെ നായകനായിട്ട് വന്നിട്ടുള്ള ഫിലിമായിരുന്നു ധൂമം എന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ജൂലൈ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 13 സിനിമകളാണ് ജൂലൈ മാസത്തിൽ റിലീസ് ഉണ്ടായിരുന്നത്. ഒരേ ഒരു സിനിമ മാത്രമാണ് എനിക്ക് മികച്ചതെന്ന് ആ ഒരു മാസത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. ജേണി ഓഫ് ലവ് 18+ എന്ന് പറയുന്ന ഗിരീഷ് ഷെഡിയുടെ സിനിമയാണ്. വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ആ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാസത്തിൽ മറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും കൊള്ളാം എന്നുള്ളൊരു അനുഭവം മാത്രമേ ആ സിനിമകൾക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഒരിക്കലും മോശം എന്നുള്ളൊരു സിനിമയല്ല. ആ സിനിമകളാണ് പത്മിനി, വോയിസ് ഓഫ് സത്യനാഥൻ, വാലാട്ടി. നായകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് വാലാട്ടി. ഈ 3 സിനിമകൾ ഞാൻ പറയുന്ന ഒരു മോശം സിനിമയല്ല, കണ്ടിരിക്കാം. പക്ഷേ ഒരു മികച്ച സിനിമയായിട്ട് ഈ 3 സിനിമകളും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ആഗസ്റ്റ് മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 25 സിനിമകളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വളരെയധികം പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഒരു മാസം കൂടിയായിരുന്നു ആഗസ്റ്റ് എന്നുണ്ടെങ്കിൽ പോലും. ആഗസ്റ്റ് മാസം തീർച്ചയായിട്ടും ഓണം റിലേറ്റഡ് ആയിട്ട് ടൈമായിരുന്നു. ഓണം വിന്നറായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു മാസം ഒരു മികച്ച സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സിനിമയാണ് RDX. വളരെ നല്ലൊരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ആക്ഷൻ ഫാമിലി എൻ്റർടൈനർ മൂവി ആയിട്ടാണ് RDX എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ആക്ഷൻ പടത്തിന് ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്രയധികം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ആ ഒരു സിനിമയിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ഒരു സിനിമയുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. കൂടാതെ ആ മാസം തന്നെ ഇറങ്ങിയിട്ടുള്ള മറ്റ് 2 പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്തയും രാമചന്ദ്ര ബോസ് എന്നൊക്കെ പറയുന്നത്. സോ വളരെയധികം ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് 2 സിനിമകളും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ മാസം ഇറങ്ങിയിട്ടുള്ള സിനിമകൾ കൊള്ളാം തോന്നിയിട്ടുണ്ടായിരുന്നു. കൊറോണ ധവാൻ എന്ന് പറയുന്ന ചെറിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നപ്പോൾ കൊള്ളാം എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കൊറോണ ധവാൻ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇനി സെപ്റ്റംബർ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 19 സിനിമകളിൽ നിന്ന് ഒരേ ഒരു സിനിമ മാത്രമാണ് മികച്ചതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സിനിമയാണ് മമ്മൂക്ക നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂർ സ്ക്വാഡ്. വളരെയധികം ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് കണ്ണൂർ സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ മാസത്തിൽ കുറച്ച് സിനിമകൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും അത്രയധികം സാറ്റിസ്ഫൈ ചെയ്തിരുന്നില്ല. സിനിമ കണ്ടിരിക്കാമെന്നുള്ള തരത്തിൽ പോലും തോന്നാത്ത തരത്തിലാണ് ഈ 2 സിനിമകൾ അനുഭവപ്പെട്ടിട്ടുണ്ടായത്. എസ്പെഷ്യലി ആസിഫ് അലിയുടെ കാസർഗോൾഡും അർജുൻ അശോകൻ്റെ തീപ്പൊരി ബെന്നി എന്ന സിനിമയും അത്രയധികം ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ നദികളിൽ സുന്ദരി യമുന വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കാണാം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ സിനിമയും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഒക്ടോബർ മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 20 സിനിമകളിൽ 2 സിനിമകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും മികച്ചതെന്ന് തോന്നിയതുമായിട്ടുള്ള സിനിമകൾ. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ചാവേറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നാം ചാവേറൊക്കെ അങ്ങനെ ഒരു മികച്ച സിനിമയാവുന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടെ കാണിച്ചിട്ടുള്ള ഒരു ഗംഭീര ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ചാവേർ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, അത് ഞാൻ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഞാൻ പറയുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള, ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ചാവേർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു മികച്ച ചിത്രമായിരുന്നു വിനയ് ഫോർട്ട് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞ ചിത്രം. ഈ ഒരു സിനിമയും ആവശ്യത്തിനുള്ളൊരു പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാസം അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മറ്റൊരു സിനിമയായിരുന്നു ജോജു ജോർജിൻ്റെ ഗംഭീര പഠനമുള്ള പുലിമട. കണ്ടിരിക്കാം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത്. എന്നൊരു മോശം സിനിമ എന്നുള്ളതല്ല, കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മാസത്തിലെ ഒക്ടോബർ മാസത്തിലെ മികച്ച സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ചാവേറും സോമൻ്റെ കൃതാവുമായിരുന്നു. നവംബർ മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 20 സിനിമകൾ തന്നെയാണ് നവംബർ മാസത്തിലും റിലീസ് ഉണ്ടായിരുന്നത്. അതിൽ 3 സിനിമകളാണ് എനിക്ക് മികച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഫാലിമിയാണ്. വളരെ നല്ലൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള നല്ലൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ചേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവ് ഉണ്ടായിട്ടുള്ള മറ്റൊരു സിനിമ കൂടി ഉണ്ടായിരുന്നു, ഗരുഡൻ. അതും നല്ലൊരു മികച്ചൊരു ത്രില്ലർ സിനിമയായിട്ട് അനുഭവപ്പെട്ടു. മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ വീണ്ടും ഒരു ഉജ്ജ്വല പ്രകടനം ഉണ്ടായിട്ടുണ്ടായിരുന്ന മറ്റൊരു സിനിമ കൂടിയായിരുന്നു കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമ. അതും വളരെ ഒരു മികച്ച സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 സിനിമകളാണ് നവംബർ മാസത്തിൽ മികച്ചതെന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാസത്തിൽ ഒരുപാട് സിനിമകൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിട്ട് പഠനങ്ങൾ കാഴ്ചവെക്കാതെ പോയി ഒരുപാട് സിനിമകളുണ്ട്. അതാണ് ബാൻഡ്ര, ശേഷം മൈക്കിൾ, ഫാത്തിമ, മഹാറാണി, ടൊവിനോ തോമസിൻ്റെ അദൃശ്യജാലങ്ങൾ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാസത്തിൽ കണ്ടിരിക്കാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്ന സിനിമകളെന്ന് പറയുന്നത് വേല, ഫീനിക്സ്, ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്, പഴഞ്ചൻ പ്രണയം തുടങ്ങിയ സിനിമകളൊക്കെ കണ്ടിരിക്കാം കൊള്ളാം എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഡിസംബർ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങിയിട്ടുള്ള മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ്. 30 സിനിമകളാണ് ഡിസംബർ മാസത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരേ ഒരു ഹിറ്റ് സിനിമ മാത്രമേ ഉള്ളൂ. അതിൽ ലാലേട്ടൻ്റെ മുൻപൻ തിരിച്ചുവരവായിട്ടുള്ള
നേര് എന്ന് പറഞ്ഞ സിനിമയാണ്. ഗംഭീര സിനിമയാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. പലർക്കും ലാഗ് ഉണ്ട്, സ്ലോ ആണ്, ദൃശ്യം പോലില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ ഇൻറ്റൻസീവായിട്ട് ഒരു കോർട്ട് റൂം ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമ സെറ്റ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നെറ്റ്ഫ്ലിക്സിലെ ഒരു ഡോക്യുമെൻ്ററി ഫിലിം കൂടി ഞാനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്, ദ കറി ആൻഡ് സൈനൈഡ് ദ ജോളി മർഡർ കേസ്. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു 1.5 മണിക്കൂർ മാത്രം ഡ്യൂറേഷനുള്ള ഒരു ട്രൂ ഡോക്യുമെൻ്ററി ഫിലിമാണ്. അതും ഇതോടൊപ്പം ഞാൻ ചേർക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു 243 സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ് ജോളി മർഡർ കേസ് എന്ന് പറയുന്നത്, കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്നത്. ആ ഒരു മാസത്തിലും ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിനെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്സ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത്തരത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വളരെയധികം പ്രതീക്ഷകൾ വെച്ചിട്ട് നിരാശപ്പെടുത്തിയ സിനിമകൾ എന്ന് പറയുന്നത് ജോജു ജോർജ് ജോഷി കോമ്പിനേഷൻ്റെ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമ കാര്യമായിട്ടൊരു പ്രകടനം, ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ രഞ്ജിത്ത് സിനിമ, ധ്യാൻ ശ്രീനിവാസൻ്റെ ചീന ട്രോഫി, കാളിദാസൻ്റെ രജനി, ധ്യാൻ ശ്രീനിവാസൻ്റെ തന്നെ ബുള്ളറ്റ് ഡയറീസ്, മീര ജാസ്മിൻ നരേൻ കൂട്ടുകെട്ടിൻ്റെ ക്യൂൻ എലിസബത്ത് തുടങ്ങിയ സിനിമകളൊന്നും ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാത്ത തരത്തിൽ, ഒരു തരത്തിലും ഇംപ്രസ് ചെയ്യാത്ത തരത്തിൽ നമ്മളെ നിരാശപ്പെടുത്തിയ സിനിമകളായിട്ടാണ് ഇത്തരം സിനിമകൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2023 വർഷത്തിൽ 242 സിനിമകൾ, ജോളി കേസ് കൂട്ടിയിട്ട് 243 സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം ഒരു 28 സിനിമകൾ മാത്രമാണ് മികച്ചതെന്നും അല്ലെങ്കിൽ നല്ലതെന്നും തോന്നിയിട്ടായിരിക്കാം. ഈ ഒരു പറഞ്ഞ സിനിമകളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുപക്ഷെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ മോശം സിനിമകൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇതെൻ്റെ പേഴ്സണലായിട്ട് എനിക്കിഷ്ടപ്പെട്ട സിനിമകളാണ്, മികച്ചതെന്ന് തോന്നിയിട്ടുള്ള സിനിമകളാണ് ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് കുഴപ്പമില്ല, കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള സിനിമകളും കൂടെ പറയാനായിട്ടുള്ള കാര്യം. കാരണം ആ ഒരു സിനിമയും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും കൂടിയും കാണാനായിട്ടൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് അതും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഏതെങ്കിലും സിനിമകൾ ഞാൻ മികച്ചെന്ന് തോന്നിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ആ ഒരു സിനിമ കാണാനായിട്ട് പറ്റട്ടെ. അപ്പോൾ 2024 എന്ന് പറഞ്ഞ വർഷം ഇതിൽ കൂടുതൽ സിനിമകളും ഇതിൽ കൂടുതൽ മികച്ചതും നല്ലതുമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു അടിപൊളി വർഷമാണെന്ന് 2024 പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം കൂടി ഈ ഒരു അവസരത്തിൽ സ്റ്റീസ് വ്യൂസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഭാഗത്തുനിന്നും കൂടി നേരാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടിന് ബിഗ് താങ്ക് യു പറയാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.